മതം പഠിപ്പിക്കേണ്ടടുത്ത് മതവും വിദ്യാഭ്യാസം കൊടുക്കേണ്ടടുത്ത് വിദ്യാഭ്യാസവും കൊടുക്കണം. അല്ലാതെ നിങ്ങളെ പേരിലുള്ള സ്കൂളുകളിൽ നിങ്ങളതായിട്ടുള്ള ആചാരങ്ങളും മറ്റുള്ള കുട്ടികൾക്കൊന്നും ആചാരങ്ങളില്ല എന്നുള്ളതോ. തട്ടവും കുറിയും കൊന്തയും അത് ഓരോ മതത്തിന്റെ ഭാഗമാണ്. അതിടാൻ ഏത് സ്കൂളാണോ അംഗീകരിക്കാത്തത് ആ സ്കൂളുകൾക്ക് അധികാരം കൊടുക്കാതിരിക്കുക. പിന്നെ ഏത് മതക്കാരാണെങ്കിലും മുസ്ലിമിൻ്റെ സ്കൂളുകളിൽ അവൻ്റേതായിട്ടുള്ള റൂൾസുകൾ ഉണ്ടാവും, ഹിന്ദുവിൻ്റെ സ്കൂളിൽ അത് അവൻ്റേതായിട്ടുള്ള റൂൾസുകൾ ഉണ്ടാവും. ആ റൂൾസുകൾ നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മക്കൾ അവിടെ ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടാണ് നിങ്ങൾ ചേർക്കുന്നത്. പിന്നീട് അവിടെ പോയിട്ട് വർഗീയത ഉണ്ടാക്കാൻ നിൽക്കരുത്. അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് അവിടെ വർഗീയത ഉണ്ടാക്കാൻ നിൽക്കരുത്. സ്കൂളുകളിൽ മുസ്ലിമിൻ്റെ സ്കൂളുകളിൽ നിസ്കരിക്കാനുള്ളത്, ഇന്ന് ക്രിസ്ത്യൻ്റെ സ്കൂളുകളിൽ അവർക്കുള്ള മെഴുകുതിരി കത്തിച്ചാൽ പ്രാർത്ഥിക്കാനുള്ളത്, മറ്റുള്ള മതക്കാർ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് തെറ്റില്ല. ഈ പറഞ്ഞ ന്യൂസിൽ ആ കന്യാസ്ത്രീയായ മാഡം ഇട്ടുന്നത് വരെ ഹിജാബാണ്. അതിനൊരു പ്രശ്നമില്ല. ഈ മുസ്ലിം കുട്ടി ഇട്ട് വന്നതിന് പ്രശ്നം. ഏത് സ്കൂളാണോ അത് ഏത് മതത്തിൻ്റെ സ്കൂളാണെങ്കിലും മറ്റൊരുത്തൻ്റെ മതത്തെ കുറി തൊടുന്നതിന് പ്രശ്നം, കൊന്ത തൂക്കുന്നതിന് പ്രശ്നം, വിട്ട് വരുന്നതിന് പ്രശ്നം എന്ന് പറഞ്ഞ് അവർക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക. ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. എല്ലാത്തൊരു മതം പഠിക്കുന്നിടത്ത് പോട്ടെ, മതമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മതം പഠിപ്പിക്കുന്നിടത്ത് പോട്ടെ. അധ്യാപകരുടെ ഉള്ളിൽ വേണ്ടത് വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാനുള്ള, കറ കളഞ്ഞ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇതാ വേണ്ടത്. അല്ലാതെ മതത്തെ ഇതിലേക്ക് വലിച്ചയക്കല്ല വേണ്ടത്. ആ സ്കൂളിനൊരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിച്ചതിന് ശേഷം പിന്നീട് തലയിൽ തട്ടമിടുന്നതിനോ നെറ്റിയിൽ കുറി തൊടുന്നതിനോ കഴുത്തിൽ കൊന്ത തൂക്കിയിടുന്നതിനോ എതിരാണെന്ന് പറയുന്ന സ്കൂളുകളെ അതിനെ തന്നെ കണ്ട് ഇല്ലാതാക്കിയാൽ മതി. അപ്പോൾ ശരിയാവും. അത് ഏത് മതത്തിനാണെങ്കിലും. ക്രിസ്ത്യൻ സ്കൂളുകളിൽ ക്ലാസ്സിൽ കുരിശ് വെക്കുക, മുസ്ലിം സ്കൂളുകളിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വെക്കുക, ഈ ഹിന്ദുക്കളതിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വെക്കുക. ഇതെല്ലാം നടക്കേണ്ടത്. അവിടെ വിദ്യാഭ്യാസത്തിന് മതവും ജാതിയും ഒന്നുമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. മുസ്ലിം പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ ഹിന്ദു പഠിക്കുന്ന സ്കൂളിൽ കുരിശ്, ഹിന്ദുവും ക്രിസ്ത്യനും പഠിക്കുന്നതിൻ്റെ ഇതിൽ മുസ്ലിങ്ങളെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സ്കൂളിൽ നിങ്ങളുടെ മക്കളെ ചേർക്കാതിരിക്കുക. കാരണം അവർക്കൊരു റൂൾസ് ഉണ്ട്. അത് ഇന്ന സ്കൂളാണ്, അല്ലെങ്കിൽ അവിടെ മുസ്ലിം മാനേജ്മെൻ്റ് ആണ്, ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെന്നുള്ളത് ഉണ്ടാവും. ആ മാനേജ്മെൻറ്റിന് അവർക്കായിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മക്കളെ അവിടെ ചേർക്കുക. പിന്നീട് പരാതി പറഞ്ഞാൽ ആരും ചെല്ലാതിരിക്കുക പിന്നെ അവിടേക്ക്.